രൂപമുണ്ടെങ്കിൽ അതെന്നെ യേശുനാഥനല്ലേ. യേശു ഇന്ന് നല്ല ടെൻഷനിലാണ്. ടെൻഷൻ എന്ന് പറയാൻ കാര്യം യേശുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിനു മുമ്പും ഇതിന് ശേഷവും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ഞാൻ ഈ ഭൂമിയിൽ വന്നത് സമാധാനം സ്ഥാപിക്കാനല്ല എന്നും തീയിടാനാണ് ഞാൻ വന്നതെന്നൊക്കെ യേശു പറഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു? ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. കാര്യം യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയും, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ ഞെരുക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് യേശുവിൻ്റെ എല്ലാ ടെൻഷനും കാരണം. യേശു 2 രീതിയിലുള്ള ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചത്. ആദ്യത്തേത് ജോർദാനിൽ വെച്ച് സ്നാപയോഹനാനുള്ള സ്നാനം. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്നാനം കൂടിയുണ്ട്, അത് കുരിശിൽ വെച്ചാണ്. കുരിശിൽ വെച്ചുള്ള ജ്ഞാനസ്നാനം അത് അസഹനീയമാണ്. ആദ്യത്തേത് എളുപ്പമായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. യേശുവിന് 2 നേച്ചർ എപ്പോഴും ഉണ്ടല്ലോ, ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ കടന്നുപോയ എല്ലാ വേദനകളുടെയും ക്രിസ്തു കടന്നു പോയിട്ടുണ്ട്. ഈ മരണത്തിന് മുമ്പുള്ള വേദന, 2ാമത്തെ ജ്ഞാനസ്നാനത്തിന് മുമ്പുള്ള വേദന, അത് യേശുവിനെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട് ഒരാൾ ജീവിക്കുന്ന സമയത്ത്, മരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് മനസ്സ് പതറുന്നിടത്ത് എന്തുമാത്രം സങ്കടങ്ങളും വേദനയോടെയും കടന്നു പോകും എന്നുള്ള തെളിവാണ് യേശുവിൻ്റെ വാക്കുകളൊക്കെ. നമ്മളും ഇതേ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകും അല്ലേ? ചിലപ്പോൾ ഒത്തിരി സന്തോഷത്തിൽ, ചിലപ്പോൾ ഞെരുക്കപ്പെടുന്ന വേദനകളിൽ, മുന്നോട്ട് ഒരു കാലടി പോലും വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോകുന്ന നിമിഷങ്ങൾ. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മളൊക്കെ തകർന്നു പോകുന്ന ചില നിമിഷങ്ങൾ ക്രിസ്തുവിനെ പോലെ നമുക്കുമുണ്ടാകും. എന്നാൽ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഹനങ്ങളിൽ നിന്നും കുതറിമാറാത്തൊരു ക്രിസ്തു ഉണ്ടായിരുന്നു. ഒന്നിൽ നിന്നും ഓടിപ്പോകാത്തൊരു ക്രിസ്തു ഉണ്ടായിരുന്നു. 2ാമത്തെ ജ്ഞാനസ്നാനം അവൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നമ്മൾ ഈ സഹനങ്ങളൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും കരുതിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. യേശു അതായിരുന്നല്ലോ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തന്നെ സമർപ്പിച്ചു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളും ചില ഏറ്റവും വേദന നിറഞ്ഞ ഞെരുക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഓർക്കണം, ഇത് എന്തിൻ്റെയൊക്കെയോ നന്മയാണ്, എന്തിൻ്റെയൊക്കെയോ വിശുദ്ധീകരണമാണ്. ചില നന്മകളും ചില വിശുദ്ധീകരണവും ഇതിലൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മളാരാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നെ യേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കണമേ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നെ യേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കണമേ. സ്നേഹത്തിനാധാരം നിൻ ബലിദാനം മഹത്വം പുണ്യമാർഗത്തിൻ വാതായനം
സമർപ്പിച്ചിടുമ്പോൾ നിൻ പാദരേണുവിൻ ശിരസിലായി ചേർന്നിടട്ടെ. തിരുരൂപമകമേ തെളിയും നേരം കരുണാർദ്രം നിൻ കൈതരോടം എൻ മുറിവുകളാറ്റിടട്ടെ. സഹനത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതെന്നേശുനാഥനല്ലേ. മരണത്തിൻ പടി താണ്ടി വന്നോനെ ഈ പാപിയെ നയിക്കേ.